ഒരുത്തന്റെ മെയിൻ സാധനം പേടിയാണ്. എനിക്ക് പൊതുവേദി സംസാരിക്കാൻ പേടിയാണ്. എനിക്കൊരു കസ്റ്റമറുടെ അടുത്ത് പോയി സംസാരിക്കാൻ പേടിയാണ്. കസ്റ്റമർ നോ പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. പേടി 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 പേടി. ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത് ഇല്ലാണ്ടാക്കണ സാധനമാണ് പേടി. ഭയം ഉണ്ടായാൽ ആ മനുഷ്യൻ കഴിഞ്ഞു എന്നും പറഞ്ഞ് 4-ാം നിലയുടെ മേളിൽ ചാടണം എന്നല്ല ഞാൻ പറയണത്. നോർമലി ഉള്ള കാര്യങ്ങളിലെ ഭയത്തെ നമ്മൾ അതിജീവിച്ചേ പറ്റൂ. ഭയങ്ങളെ അതിജീവിക്കുന്നിടത്താണ് ഒരു നേതാവ് പിറക്കുന്നത്. നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ പോലെ പ്രദീപ് ഒരിക്കൽ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധി ജനിച്ചത് ഒക്ടോബർ 2-നല്ല. മഹാത്മാഗാന്ധി ജനിച്ചത് ആ മനുഷ്യനെ ആഫ്രിക്കയിൽ ചെന്നപ്പോ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് പുള്ളിയെ തള്ളിയിട്ടിട്ട് കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞ സമയത്താണ് മഹാത്മാഗാന്ധി ജനിച്ചത്. അന്നല്ല പേടി പോകുന്നിടത്താണ് ധൈര്യം ജനിക്കുന്നത്. എല്ലാവരും പേടിച്ചൂറന്മാരും പേടിച്ചൂറുകൾ. എനിക്കും പേടിയുണ്ട്, നിങ്ങൾക്കും പേടിയുണ്ട്. പക്ഷെ ആ പേടിയെ എന്നാണോ നമ്മൾ മറികടക്കാൻ ഡിസൈഡ് ചെയ്ത് മുൻപോട്ട് മൂവ് ചെയ്യുന്നത്, അവിടെ നമുക്ക് ധൈര്യം വരും. അല്ലാതെ നിങ്ങൾ കാണുന്ന ഈ ധീരന്മാരാരും തന്നെ ജനിച്ചപ്പോഴേ ധീരനായി ജനിച്ചവരൊന്നും അല്ല. ബാഹുബലി സിനിമ കണ്ടിട്ടില്ലേ? ഇല്ലേ? സെക്കൻഡ് അതില് വേറൊരു രാജ്യത്ത് ഇല്ലാ നേരത്ത് അവിടെ ഒരു രാജാവിന്റെ പണിയെടുക്കണം പേടിച്ചൂറിനായിട്ട് എടുക്കണം കണ്ടിട്ടില്ലേ? അവൻ ധീരനായപ്പോഴാ ബാഹുബലി പറഞ്ഞ ഒരു വാക്കിലാണ്, ധീരന് മരണം ഒന്നേ ഉള്ളൂ, അല്ലാത്തവൻ എന്നും മരിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ അവന് ധൈര്യം. അന്നാണ് ധൈര്യം ഉണ്ടായേ. അവന് പേടി തന്നെ. അപ്പോ എപ്പോഴാണ് നിങ്ങൾ ഫിയർ ഫാക്ടറിനെ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു കറേജ് ഫാക്ടർ കൊണ്ടുവരാൻ തയ്യാറാവുന്നത്, അവിടെയാണ് നിങ്ങൾ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. പഠനത്തിലൂടെയാണ് ഭയത്തെ മറികടക്കാൻ കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ, പൊതുവേദിയിൽ സംസാരിക്കുക എന്നുള്ളത് ഭയമുള്ള ഒരു കൂട്ടം ആളുകളായിരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ സോ കോൾഡ് ഏറ്റവും മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ആളുകൾ. ഒരു 4 വർഷം മുന്നേ ഞാൻ കാണുമ്പോൾ പൊതുവേദി വന്ന് നിന്ന വായിന്നോ അക്ഷരം വരാത്ത ആളുകളായിരുന്നു. പക്ഷെ അവർക്ക് 2 ദിവസത്തെ കൃത്യമായ പരിശീലനത്തിലൂടെ കൈ അനക്കി സംസാരിക്കണം, എല്ലാവരും നോക്കി സംസാരിക്കണം, നടന്ന് സംസാരിക്കണം, എനർജറ്റിക്കായി സംസാരിക്കണം, ശബ്ദത്തെ ക്രമീകരിക്കണം. ഇതെല്ലാം ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ലേണിംഗ് കിട്ടിയപ്പോ ഫിയർ പോയി. അറിവ് വെളിച്ചം പോലെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇരുട്ടത്ത് നമ്മളൊരു തുണി അയയിൽ വിരിച്ചിട്ടാൽ ചിലപ്പോൾ നമുക്ക് രാത്രി കാണുമ്പോൾ ഭൂതമാണെന്ന് തോന്നാം, പാമ്പാണെന്ന് തോന്നാം. പക്ഷെ ടോർച്ച് അടിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് തുണിയാണ്. അവിടെ നമുക്ക് ധൈര്യം വരും. ആ ടോർച്ചിന്റെ പണി, ആ ലൈറ്റ് കൊടുക്കുന്ന പണിയാണ് ഓരോ ലീഡറും തന്റെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യണം. കൂടെയുള്ള ആളുകളുടെ ഭയങ്ങളെ അറിവാകുന്ന വെളിച്ചം കൊണ്ട് ആ കൂടെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ധൈര്യം ഉണ്ടാക്കി കൊടുക്കുന്നവനാണ് ലീഡർ. അതിനാദ്യം ലീഡർക്ക് എന്ത് വേണം? ധൈര്യം വേണം. അതിന് ലീഡർ ആദ്യം എന്ത് ചെയ്യണം? ലേണിംഗ് ചെയ്യണം. ദാറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ്.